ഇനി ഞാൻ പറയട്ടെ, റിയാസ് മുസ്ലിയാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ വേദനാജനകമായ രക്തസാക്ഷിത്വത്തെ പോലും സംഘടനാ വിരോധം കുത്തിവെക്കാൻ ശ്രമിച്ച് പ്രസംഗിച്ച സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗത്തിൽ അയാൾ ഉന്നയിച്ച ആരോപണം 2 എണ്ണമാണ്, 3 എണ്ണമാണ്. ഒന്ന്, അഷ്റഫ് സൈദിയും ദാവൂദ് സഖാഫിയും അവിടെ ആ ബി.ജെ.പി. നേതാവിന് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുത്തു, അത് കളവാണ് എന്ന് ഞാൻ പറഞ്ഞു. 2, ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു, അതും കളവാണ് എന്ന് ഞാൻ പറഞ്ഞു. 3ാമത് ഉന്നയിച്ചത് ഷാളണീച്ചു കൊടുത്തതാണ്. ഷാളണീച്ചു കൊടുത്തത് ഇലക്ഷനിൽ ജയിച്ച MP നന്ദി പറയാൻ വോട്ടർമാരെ കാണാൻ വരുമ്പോ തന്റെ അടുത്തെത്തിയ MP-ക്ക് അദ്ദേഹം കൊടുത്ത ഒരു സ്വാഭാവികമായ പരിപാടിയാണ്. എന്നാൽ അത് തെറ്റാണെങ്കിൽ കാക്കാക്കാവ് ചെയ്തതും തെറ്റാകുന്നതാണ്. ഇത് കൃത്യമായി ഞാൻ പറഞ്ഞു. എന്നാൽ ഇതിന് മറുപടിയായി മംഗലാപുരത്തെ SKSSF-ന്റെ ഒരു നേതാവ് ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. ആ വോയിസ് അയച്ചതിൽ അയാൾ കാര്യമായി പിടികൂടാൻ ശ്രമിക്കുന്നത് കാക്കാക്കാവിയാരെ അങ്ങോട്ട് പോയതല്ല, ഇങ്ങോട്ട് വന്നപ്പോ ഷാൾ കൊടുത്തതാണ്, ക്ഷണിച്ചിട്ടില്ല. എന്നാൽ അഷ്റഫ് സൈദി അങ്ങോട്ട് പോയതാണ്. എന്നാൽ എങ്ങോട്ട് പോയതായാലും എവിടേക്ക് വന്നതായാലും കൊടുത്തത് ഷാളും അണിയിച്ചത് ബി.ജെ.പി.കാരന്റെ ചുമലിലും ആ പ്രസംഗിച്ചത് ആ ബി.ജെ.പി.കാരനും ആണെങ്കിൽ വജൂഷബൊക്കെ സമാനം. എന്നാലും അയാൾ ആ വോയിസ് ഞാനൊന്ന് സാന്ദർഭികമായി കേൾപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇസ്ഹാഖ് ഫൈസിയാണ്, ദക്ഷിണ കന്നഡ ജില്ലാ SKSSF-ന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റുമാണ്. റിയാസ് മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ട് SKSSF-ന്റെ കേന്ദ്ര സമിതിയുടെ ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ അവർ ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തി. യാഥാർത്ഥ്യമല്ല, അത് പച്ചക്കള്ളമാണ്. അതിനെ വിമർശിച്ചുകൊണ്ട് ആ പറഞ്ഞ കാര്യം നടന്നിട്ടില്ല എന്നുള്ള രൂപത്തിൽ മമ്പാട് സഖാഫിയുടെ പ്രഭാഷണവും ഞങ്ങളുടെ നാട്ടുകാരനായ മള്ളൂർ സൈദിയുടെ വോയിസ് മെസ്സേജും ഞാൻ ശ്രദ്ധിച്ചു. അതാണ് യാഥാർത്ഥ്യം. വിനീതനായ ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞതും ആ സൈദി വിട്ട വോയിസുമാണ് അതിലുള്ള യാഥാർത്ഥ്യം. സത്താർ പന്തല്ലൂർ പറഞ്ഞത് അസത്യവും അർദ്ധസത്യവുമാണ്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇനി അയാൾ കടക്കുന്നത് തനി വങ്കത്തരത്തിലേക്കും ദുർവ്യാഖ്യാനത്തിലേക്കും. മംഗലാപുരത്തിന്റെ BJP MP നളിൻ കുമാർ കട്ടീൽ എന്ന് പറയുന്ന വ്യക്തി മത്സരിക്കുമ്പോൾ ദാവൂദ് സഖാഫി എന്ന് പറയുന്ന ആള് പ്രചരണ പ്രഭാഷണം നടത്തി എന്നുള്ളത് തീർച്ചയായും നടന്ന സംഭവമാണ്. ഞങ്ങൾക്ക് അന്ന് ഞങ്ങളെ പ്രസ്ഥാന രംഗത്ത് പ്രഭാഷകനായോ നേതാവോ ആയ ഒരു ദാവൂദ് സഖാഫി ഇല്ല എന്ന് മാത്രമല്ല, ആ BJP MP മത്സരിക്കുന്ന ആ കാലത്ത് നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു ദാവൂദ് സഖാഫി ഞങ്ങളെ പ്രസ്ഥാനത്തിൽ മുക്കല്ലഫായ രീതിയിൽ പോലും ജീവിച്ചിരിപ്പില്ല എന്നാണ് ഞങ്ങൾക്കതിൽ പറയാനുള്ളത്. മംഗലാപുരത്തിന്റെ കഥ അറിയുന്ന ഞങ്ങളല്ലേ അത് വിശദീകരിക്കേണ്ടത്? എന്നാ പിന്നെ സത്താർ പന്തല്ലൂർ ഒരു വിശദീകരിക്കാൻ നിൽക്കേണ്ടില്ലേനല്ലോ. അഷ്റഫ് സൈദിയെ കുറിച്ചും അതുപോലെ തന്നെ ഈ ദാവൂദ് സഖാഫിയെ കുറിച്ചും മലപ്പുറത്തുകാരനായ സത്താർ പന്തല്ലൂരിനെ പ്രസംഗിക്കാം. അതിന്റെ സത്യാവസ്ഥ മലപ്പുറത്തുകാരനായ എനിക്ക് പറഞ്ഞുകൂടാന്ന് പറയുന്നത് മംഗലാപുരത്തേർക്ക് അറിയുമെന്നറിയില്ല, മലപ്പുറത്തുകാരുടെ ഭാഷയിൽ അത് ഇരട്ടത്താപ്പാണ്. മല്ലൂർ സൈദി പച്ചക്കള്ളം പറയുന്ന വോയിസ് മെസ്സേജ് ഇട്ട പാവം മമ്പാട് സഖാഫി നട്ടം തിരിയുകയാണ്. ഇല്ലല്ല, അങ്ങനത്തെ ഞങ്ങളെ സൈദികള് കള്ള വോയിസ് ഇടൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് നേർക്ക് നേരെ നടന്നാ മതി, നട്ടം തിരിയേണ്ടി വരിക സത്താർ പന്തല്ലൂരിനെ ന്യായീകരിക്കണ നിങ്ങളെ പോലത്തെ എസ്കക്കാർക്ക്. മല്ലൂർ സൈദി ബടക്കബൈൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പരിധിയിൽ ജീവിക്കുന്നയാളാണ്. അത് ചിലപ്പോ സത്യകാരം, അയാൾ പറഞ്ഞില്ല ആകെയുള്ള സത്യത. നളിൻ കുമാർ കട്ടീൽ എന്നയാള് മള്ളൂർ സൈദിയുടെ സ്ഥാപനത്തിന് പോയപ്പോഴല്ല അയാൾ ഷാളനയിച്ചത്, മറിച്ച് നളിൻ വിജയിച്ചപ്പോ ഇയാളെ സ്ഥാപനത്തിന്റെ അടുത്ത സ്ഥലത്ത് BJPയുടെ പ്രവർത്തകർ ഒരു സ്വീകരണ പരിപാടി വെച്ചു. അതിന്റെ ഇമേജ് നോക്കിയാൽ തന്നെ ഏതൊരു പൊട്ടനും തിരിയാവുന്ന കാര്യമാണ്.
ആ സ്വീകരണ പരിപാടി വെച്ചപ്പോ മല്ലൂർ സയദി അങ്ങോട്ട് പോയി നളിൻ കുമാർ കട്ടീലിന് ഷാലനയിച്ച് അംഗീകരിച്ചതാണ്. എന്നാൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ ഈ പറയുന്ന സഅദി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സംഘടിപ്പിച്ച ഒരു പൊതു സ്റ്റേജിൽ BJP നേതാക്കളോടുകൂടെ പങ്കെടുക്കുന്നതും പ്രസംഗിക്കുന്നതുമായ ഒരു രണ്ടക്ഷരത്തിന്റെ സൗണ്ട്, അതിന്റെ ചിത്രം കാണിച്ചു തരാൻ എസ്കക്കാരെ ഞാൻ വെല്ലുവിളിക്കുക. പിന്നെ മൂപ്പര് പറഞ്ഞെന്താ, സ്ഥാപനത്തിലേക്ക് വന്നപ്പോഴല്ല അങ്ങോട്ട് പോയേക്കാണ്. ഞാൻ ഉറപ്പിച്ചും സത്യമായും പറയുന്നു, ആ സ്ഥാപനത്തിലേക്ക് അയാളോട് മറ്റുള്ള വോട്ടർമാരോട് നന്ദി പറയുന്നത് പോലെ നന്ദി പറയാൻ വന്നപ്പോഴാണ് ആ ഷാള് ആ സഅദി അണിയിച്ചു കൊടുത്തത്. പക്ഷേ ആ ഷാള് സഅദി അണിയിച്ചു കൊടുക്കുമ്പോ ആ BJP MPയുടെ കാറ് നിർത്തിയ സ്ഥലത്തിന്റെ ആധാരം ഈ സ്ഥാപനത്തിന്റെ ആധാരത്തിന്റെ പേരിലുള്ള സ്ഥലത്താണോ ഈ സഅദി നിന്നത് ആ സ്ഥാപനത്തിന്റെ പേരിലുള്ള ആധാരത്തിലോ അതോ വേറെ വല്ലാരോ സ്ഥലത്തോ ഇങ്ങനെ കൃത്യമായി അടിയാധാരം വെച്ച് അളക്കാനൊന്നും കഴിയില്ല. അതേ സമയത്ത് അദ്ദേഹത്തെ തേടി, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ തേടി മറ്റുള്ളവരോടൊക്കെ വോട്ട് ചെയ്ത് വോട്ടഭ്യർത്ഥനക്ക് നന്ദി പറയാൻ വന്നതുപോലെ വന്നപ്പോഴാണ് ഒരു സ്വാഭാവിക പരിപാടി എന്ന നിലക്ക് അയാൾ ഷാള് കൊടുത്തത്. എന്നാൽ പാക്കാക്കാന്ന് തന്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചു വരുത്തിയാണ് ഷാള് കൊടുത്തത്. മംഗലാപുരത്തിന്റെ കാളിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന തോക്ക ഉസ്താദിനെ കാണാൻ വേണ്ടി നളിൻ കുമാർ കട്ടീൽ ഖാസി ഹൌസിലേക്ക് പോയപ്പോ കാളിയാറ് സ്വീകരിച്ചതാണ്. അതെന്തിനാന്ന് പറയും, അതെന്തിനെന്ന് പറയും. ഞങ്ങൾ കൃത്യമായി പറയുന്നു, വോട്ട് ഇലക്ഷനിൽ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട നളിൻ എന്ന് പറയുന്ന BJP MP നാട്ടുകാരോടൊക്കെ വോട്ടർമാർക്ക് നന്ദി പറയാൻ വന്നപ്പോ അദ്ദേഹത്തെയും കാണാൻ വന്നതാണ്. ഇനിയോ താത്താക്കാലി ക്ഷണിച്ചതല്ല, പിന്നെയോ അങ്ങോട്ട് ചെന്നപ്പോ ഷാള് കൊടുത്തതാണെന്നല്ല നിങ്ങൾ പറയുന്നത്. എങ്കിൽ എന്താണ് മുസ്ലിമീങ്ങളെ കൊല്ലാൻ പ്രചോദനമാകുന്ന വൈകാരിക പ്രസംഗം നടത്തുന്ന ഒരു BJP-കാരനെ നിങ്ങളുടെ പാക്കാക്കാവിയാകുന്ന നേതാവിന്റെ ഓഫീസിലുള്ള ഏർപ്പാട് എന്താണ്, ആ കാവിയുമായി ഇയാൾക്കുള്ള ഇടപാട് എന്ന് നിങ്ങൾ സമൂഹത്തോട് വിശദീകരിച്ചു കൊടുത്തു. ഇനിയോ അങ്ങോട്ട് ചെന്നാൽ ഷാൾ അണിയിച്ചു കൊടുത്താൽ BJP-കാരൻ നന്നായി, ഇങ്ങോട്ട് വന്നുകാണ്ട് ഷാൾ അണിയിച്ചു കൊടുക്കുമ്പോൾ സുബുലൂബിക്കാത്തിൽ 10ാമത്തെ കുറ്റായി. അങ്ങനെ ഒരു ഇസ്ലാന്തിയിലുണ്ടോ എസ്കക്കാരാ? അതല്ലാതെ അവനെ വിളിച്ചു വരുത്തി അവന് സ്വീകരണം കൊടുത്തതൊന്നുമല്ല. അല്ല, അയാൾ വന്നപ്പോ കൊടുത്തതാണോ? എന്നാൽ RSSകാർക്ക് മുസ്ലിമീങ്ങളെ കൊല്ലാൻ പ്രചോദനമാകുന്ന പ്രസംഗം നടത്തുന്ന ഒരു വർഗീയവാദിയായ BJP-കാരന് താക്കാക്കാളി എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിന്റെ കാളി ഹൌസിലുള്ള ഏർപ്പാടെന്താ? എന്തിനായാലാണ് അത് പറയും? വേണമെങ്കിൽ വമ്പാടുകാര മല്ലൂർ സഅദിയുടെ കഥ ശരിക്കും പഠിച്ചോ. ഇനി അയാൾ കുപ്പ മാന്തുകയാണ്, അതൊക്കെ നിങ്ങൾ മാന്തിയാ മതി, ഞങ്ങൾക്കായി ഏർപ്പാട്. പലതും നമുക്ക് പറയാനുണ്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, വേറൊന്നും നിങ്ങൾക്ക് പറയാനല്ല. മല്ലൂർ സഅദിയുടെ നേതൃത്വം അംഗീകരിക്കുന്ന നിങ്ങൾ ഈ മല്ലൂർ പരിസരത്തേക്ക് വന്നിട്ട് മല്ലൂർ സഅദിയുടെ കാര്യം എന്താണെന്നൊക്കെ ശരിക്കും പഠിച്ച് എന്നിട്ട് അയാളെ കിട്ടാൻ മതി. എനിക്കിപ്പോ അയാളെ പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് സുന്നത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അതിന്റേതായ റൂട്ടുണ്ട്. എന്റെ ദാവൂദ് സഖാഫിയെ കുറിച്ചൊന്നും മുണ്ടിയില്ല. അതോ നിങ്ങൾ പറയുന്നത് പോലെ സംഘടനാ രംഗത്ത് പ്രഭാഷകനോ നേതാവോ ആയ ഒരു ദാവൂദ് സഖാഫി ഞങ്ങൾക്ക് മംഗലാപുരത്ത് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തൊരാൾ വോട്ട് ചോദിച്ചതിനെ പറ്റി ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അങ്ങനത്തെ നേതാവും പ്രഭാഷകനുമായ ഒരു ദാവൂദ് സഖാഫില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക ശരീഅത്തിന്റെ വിധിവിലക്കുകൾ ബാധകമാകുന്ന രീതിയിൽ മുകല്ലഫായ നിലക്ക് അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ദാവൂദ് സഖാഫി തന്നെ ഞങ്ങൾക്ക് മംഗലാപുരത്തില്ല. അത്രേ ഞാൻ ആ വിഷയത്തിൽ പറയുന്നുള്ളൂ. ചില വ്യക്തികളുടെ സ്വകാര്യ വേദനകളെ ഞാൻ അതിൽ പങ്കുവെക്കുന്നില്ല. ആവശ്യമാണെങ്കിൽ നമുക്ക് കേൾപ്പിക്കാവുന്നതുമാണ്. ദാവൂദ് സഖാഫി എന്ന് പറയുന്ന ESSFന്റെ പ്രവർത്തകൻ പുത്തൂർ ഭാഗത്ത് നാർലപ്പടവ് എന്ന് പറയുന്ന സ്ഥലത്തുകാരനാണ് ദാവൂദ് സഖാഫി. അതെ, അതൊക്കെ ചിലപ്പോ BJP മത്സരിക്കുമ്പോ അതിന്റെ വിജയത്തിന് വേണ്ടി പ്രഭാഷണ വേദികളിൽ തളങ്ങി നിന്ന സജീവമായി പ്രഭാഷണം നടത്തിയ ആളാണല്ലോ ദാവൂദ് സഖാഫി. എന്നാൽ അയാൾ അന്ന് പ്രസംഗിച്ചൊരു ക്ലിപ്പ് കേൾപ്പിച്ചെന്നൂടെ?
എന്നാൽ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും സ്വന്തമായി ചിന്തിക്കാനും കഴിയുന്ന മാനസികാവസ്ഥയിൽ ഒരു ദാവൂദ് സഖാഫി അവിടെ അന്നില്ല. മാനസിക വിഭ്രാന്തിയുള്ള ഒരു സഹോദരന്റെ കഥയാണ് ഈ പറയുന്നത്. അയാൾ 8 കൊല്ലത്തോളം മാനസിക രോഗിയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളാണ്. ഇന്ന് അദ്ദേഹം എനിക്ക് തന്നൊരു വോയിസ് ഉണ്ട്. ആ വോയിസ് സാന്ദർഭികമായി സുഹൃത്തുക്കളെ ഞാൻ കേൾപ്പിക്കണമെന്ന് കരുതിയതാണ്. ഇപ്പോൾ ഞാൻ അതിന് ഒരിക്കലും തയ്യാറാകുന്നില്ല. ഒരു വ്യക്തിയെ കുറിച്ചായതുകൊണ്ട് അദ്ദേഹം വേദനയോടെ പറഞ്ഞു, അദ്ദേഹം നഗ്നത പോലും മറക്കാതെ നടന്ന ജീവിതം അയാൾക്കുണ്ടായിട്ടുണ്ട് മാനസികാവസ്ഥ വെച്ചിട്ട്. അത്തരം ചില എന്നാൽ തന്നെ അദ്ദേഹം ഒരു BJP-കാരന് വേണ്ടി പ്രസംഗിച്ചിട്ടില്ല. അത് വേറൊരു കാര്യം. ഇതാണ് അതിന്റെ വസ്തുത. അയാൾ നിങ്ങളുടെ സംഘടനക്കാരനല്ലേ? ഞങ്ങൾ അതിന്റെ കാരണമാണ് ഇപ്പോൾ വിശദീകരിച്ചത്. എന്റെ അയാളെ കുറിച്ചൊന്നും മിണ്ടിയില്ല. അതാണ് ഞങ്ങൾക്ക് അങ്ങനെ നേതാവും പ്രഭാഷകരുമായി ഒരാളില്ലാത്തത് കൊണ്ട് ഞാൻ മിണ്ടാഞ്ഞത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഞങ്ങളും വെല്ലുവിളിക്കാറുണ്ട്. മല്ലൂർ സൈദിയുടെ സ്ഥാപനത്തിലേക്ക് നളിൻകുമാർ എങ്ങോട്ട് പോയപ്പോ ഷാളനയിച്ചതാണ് എന്ന് മമ്പാടുകാരന് തെളിയിക്കാൻ കഴിയോ? ആ വെല്ലുവിളിക്ക് ഞാൻ മറുപടി പറയാം. അങ്ങോട്ട് ചെന്ന് ഷാളണയിച്ചാൽ അത് മതവിരുദ്ധവും, ഇങ്ങോട്ട് വരുമ്പോൾ ഷാൾ കൊടുത്താൽ അത് മതവുമാണ് എന്ന് പറയുന്ന ഒരു ഹുക്കുമുണ്ടോ? 2, ഈ സഅദി BJP-കാരന്റെ ഏതെങ്കിലും ഒരു പൊതു സ്റ്റേജിൽ അങ്ങോട്ട് പോയി ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചതോ ഒരു സ്റ്റേജിൽ BJP-യുടെ ഔദ്യോഗിക വേദിയിൽ BJP നേതാക്കളുടെ കൂടെ ഇരുന്നതോ തെളിയിക്കാൻ കഴിയുമോ? എന്നാൽ ഞാൻ നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുത്തു പറയുന്നു. ആ സഅദിയുടെ സ്ഥാപനത്തിലേക്ക് മറ്റുള്ളവരോട് വോട്ടിന് നന്ദി പറയാൻ വരുന്നത് പോലെ, വോട്ടർമാരെ കാണാൻ വരുന്നത് പോലെ വന്നപ്പോഴാണ് അയാൾ ഷാൾ കൊടുത്തത്. വണ്ടി നിർത്തിയപ്പോ നൃത്യസ്ഥലത്തിന്റെ ആധാരം ആരുടെ പേരിലാണ് എന്ന് മാത്രം ഞാൻ പരിശോധിച്ചിട്ടില്ല. അതേ സമയത്ത് സുഹൃത്തുക്കളെ, ഇതിന്റെ വസ്തുത അതാണ്. പക്ഷേ അതിന്റെ പേരിലെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉന്നയിച്ച് ഏതൊരു വിഷയമുണ്ടായാലും ആ വിഷയത്തിന്റെ പേരിലെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇവിടെ രാഷ്ട്രീയപരമായി ശംസുല്ലമയെടുത്ത നിലപാട് കോൺഗ്രസിന്റെ വേദിയിൽ വരെ EK അബൂബക്കർ മുസ്ലിയാർ കയറി സംസാരിക്കുകയാണ്. അവിടെയുള്ള EK നിർത്തിയില്ല. ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല. സ്വന്തമായി തന്നെ സുന്നികൾ ഒരു